കഥ തുടങ്ങുന്നത് വളരെ കൊടൂരമായ ഒരു രംഗം കാണിച്ചുകൊണ്ടാണ്. കെൻ എന്നൊരു പയ്യൻ ശരീരമാസകലം രക്തത്തിൽ കുളിച്ച് ആരെയോ പേടിച്ച് രക്ഷപ്പെടാനായി ഉറക്കെ നിലവിളിച്ച് എഴയുന്നതാണ് നമ്മൾ കാണുന്നത്. അവന് നടക്കാനുള്ള ശേഷി പോലും അവന്റെ ശരീരത്തിലില്ല, മുഴുവൻ രക്തമയമാണ്. അവനെ പിന്തുടർന്ന് അവിടേക്ക് ഒരാൾ എത്തുന്നത് കാണാം. ആ രൂപത്തിന് തലയുടെ സ്ഥാനത്ത് വലിയ ഒരു കറുത്ത എലിയുടെ മാസ്ക് ആണ് ഉള്ളത്. ഒരു ബ്ലാക്ക് റാറ്റിന്റെ മാസ്ക് വെച്ച് ആരുമാണ് അവനെ വേട്ടയാടുന്നത്. അവൻ രക്ഷപ്പെടാനായി ഡോറിന്റെ അടുക്കൽ വരെ ചെല്ലുന്നുണ്ടെങ്കിലും ആ ഡോറ് പൂട്ടിക്കിടന്നത് കൊണ്ട് അവന്റെ നിലവിളികൾ ആരുടെയും കാതിലെത്തിയതേയില്ല. അതോടെ അവന്റെ കഥ കഴിഞ്ഞു എന്നത് തീർച്ച. പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്ന വളരെ സന്തോഷകരമായ ഒരു ക്ലാസ് റൂമിലേക്കാണ്. ആ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ആ 7 പേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അസുക, മിസ്റ്റോ, കെൻ, ടക്ഷി, റോയ്, സാക്കി, കനാകോ എന്നിങ്ങനെയായിരുന്നു ആ 7 പേരുടെയും പേര്. അതിൽ റോയുടെ ഗേൾഫ്രണ്ട് ആണ് സാക്കി. ഇതിൽ അസൂക്കയ്ക്ക് ഇമാജിനേഷൻ സ്വല്പം കൂടുതലാണ്. ഈ ഗ്രൂപ്പിലെ സാക്കി എന്ന പെൺകുട്ടി വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് മറ്റൊരാളുടെ ആണെങ്കിൽ പോലും തട്ടിപ്പറിച്ചെടുക്കുന്നത് ആ ഒരു സ്വഭാവക്കാരിയാണ്. അസുക്കയുടെ ബോയ്ഫ്രണ്ട് ആയിരുന്ന റോയിയെ സാക്കി അവളുടേതാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അസുക റൂഫ് ടോപ്പിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നതാണ്. അവൾ സ്കൂളിന്റെ റൂഫ് ടോപ്പിൽ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കുറച്ചു നേരം ഡാൻസ് ചെയ്ത ശേഷം അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന കറുത്ത ഒരു എലിയുടെ മാസ്ക് എടുത്തു വെച്ച ശേഷം അവൾ അവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. എന്തിനാണ് അസുക മരിച്ചതെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. എന്തായാലും ആ സംഭവത്തിന് 41 ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ അസുക്കയുടെ 2 സുഹൃത്തുക്കളായ കെന്നിനും മിസാറ്റോയ്ക്കും അവരുടെ മൊബൈലിലേക്ക് മരണപ്പെട്ട അസൂക്കയുടെ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു. ഇന്ന് രാത്രി നമ്മുടെ ക്ലാസ് ആയിരുന്ന 3B വരണമെന്നും ഞാൻ അവിടെ നിങ്ങൾക്കായി കാത്തിരിക്കുമെന്നുമാണ് എഴുതിയിരിക്കുന്നത്. വരാനായി ആവശ്യപ്പെട്ടിരിക്കുന്ന സമയമാകട്ടെ അർദ്ധരാത്രി. മെസ്സേജിന്റെ ഒടുക്കം അസൂക്ക എന്ന അവളുടെ പേരുമുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? എങ്ങനെ മരിച്ച അസൂക്കയുടെ നമ്പറിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നു? ആരായിരിക്കും ഇതിനു പിന്നിൽ? ഇൻ കേസ് അസുഖ ജീവനോടെ ഉണ്ടോ? എന്തൊക്കെയാണിതെന്നെല്ലാം അവർക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർക്ക് 2 പേർക്ക് മാത്രമല്ല അസുഖയുടെ ഇവരടങ്ങുന്ന മൊത്തം 6 സുഹൃത്തുക്കൾക്കാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നതെന്ന്. എല്ലാവർക്കും സിമിലർ മെസ്സേജുമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവർ ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന അർദ്ധരാത്രി 12 മണിയാകാൻ വെയിറ്റ് ചെയ്ത് ആ പറഞ്ഞ ക്ലാസ് റൂമിൽ നിൽക്കുന്നു. ഈ ടീം സാക്കി ആകട്ടെ ഞാനാണ് അസുക്കയുടെ പ്രേതമെന്ന് പറഞ്ഞ് കൂടെയുള്ളവരെ പേടിപ്പെടുത്തുമ്പോ റോയ് അവളോട് അടങ്ങിയിരിക്കാനായി ആവശ്യപ്പെടുന്നു. കാരണം ഇപ്പോൾ ഇവിടെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് യാതൊരു പിടുത്തവുമില്ല. എന്തായാലും സമയം കൃത്യം 12 മണിയാകുന്നു. അർദ്ധരാത്രി 12 മണി. ആ ടീം ഒരു വല്ലാത്ത ശബ്ദം അവരുടെ കാതുകളിൽ മുഴങ്ങാണ്. പെട്ടെന്ന് എന്താ ഈ ശബ്ദം ഇങ്ങനെ വന്നത്? ഇതെവിടെ നിന്നെന്ന് മനസ്സിലാവാതെ അവർ നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു രൂപം വരുന്നു. അതും ഇവരെ പോലെ തന്നെ സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടിയാണ്. പക്ഷെ മുഖം കാണുന്നില്ല, മുഖത്ത് മാസ്ക് വെച്ചിരിക്കുന്നു. അസൂക ആത്മഹത്യ ചെയ്യാൻ നേരം വെച്ചിരുന്ന അതേ കറുത്ത റാറ്റിന്റെ മാസ്ക്. ഈ മാസ്കും അസൂക്കയും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. കാരണം അസൂക ഈ സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു മാസ്ക് ആയിരുന്നു ഇത്. അവളുടെ മരണത്തിലും ഈ മാസ്ക് അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അസൂക്കയുടെ പേരിൽ വന്ന മെസ്സേജിനെ പിന്തുടർന്ന് ഇവിടെ എത്തിയ ഇവർ ഇങ്ങനൊരു രൂപം അവരെ കാത്തു നിൽക്കുന്നത് കണ്ട് വല്ലാതെ പേടിക്കുന്നുണ്ട്. ആ രൂപമാകട്ടെ ഇവിടെ വന്നിരിക്കുന്നവരുടെ പേര് ബോർഡിൽ എഴുതിയിരുന്നു. ഈ സമയം ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന കെന്നിനെ കാണാനില്ല. കൂട്ടത്തിൽ മിസ്റ്റോയും എവിടെ പോയെന്നറിയില്ല. ആ കാര്യത്തിൽ കുട്ടികൾ പാനിക്കായി നിൽക്കുന്ന സമയം റോയ് ആകട്ടെ ഈ മാസ്ക് ധരിച്ച് നിൽക്കുന്ന രൂപത്തിന്റെ അടുത്തേക്ക് ചെന്ന് ആരാ നീ, എന്താ വല്ല പ്രാങ്കുമാണോ ഇതെന്നെല്ലാം ചോദിക്കുമ്പോഴാണ് അവനെ തട്ടിയിട്ട് പുറത്തേക്ക് പോകുന്ന ആ രൂപം തിരിച്ച് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കെന്നുമായി എത്തുന്നത്. കെന്നിനെ കസാരയിൽ കെട്ടിവെച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവന്റെ ശരീരത്തിൽ മുറിവേൽക്കാത്ത ഒരു ഭാഗമില്ല, രക്തമൊലിക്കാത്ത ഒരിടമില്ല. അങ്ങനെ ജീവനറ്റ നിലയിലുള്ള അവന്റെ കൊടൂരമായ ദേഹം കണ്ട് കുട്ടികൾ വളരെ പാനിക്കാവുന്നു. അവർ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ആ രൂപം അടുത്തതായി നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊന്നുകളയുമെന്ന് എഴുതിയിരിക്കുന്ന കുറിപ്പ് ഇവരെ കാണിക്കുന്നു. ഈ രൂപം ഇവരോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എഴുത്തുകളിലൂടെയാണ്. അല്ലാതെ സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു. എന്തായാലും ഇപ്പോൾ വളരെയധികം പാനിക് ആകുന്ന ഇവർ തലങ്ങും വിലങ്ങും ഓടുന്നു. ആ രൂപം ഇവരെ പിന്തുടർന്ന് ഉപദ്രവിക്കാനായി ശ്രമിക്കുന്ന സമയമാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. അസുക്കയുടെ മരണത്തിന് മുന്നേ ഇവരുടെ സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പെർഫോം ചെയ്യാനായി ഒരു ഐഡിയ അസുക കൂട്ടുകാരുമായി പങ്കുവെക്കുന്നു. അവരുടെ നാട്ടിൽ 7 കൂട്ടുകാരായ എലികളുടെ ഒരു കഥയുണ്ട്. ആ കഥ കുട്ടിക്കാലം മുതലേ കേട്ടു വളർന്ന് അത് മനസ്സിൽ വളരെയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അസുക തനിക്കും 6 സുഹൃത്തുക്കളെ ലഭിച്ചപ്പോൾ തങ്ങളെ ആ 7 എലികളുമായി എപ്പോഴും ഉപമിച്ച് കുറിപ്പുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുട്ടിക്കാലം മുതലേ കേട്ടിരിക്കുന്ന ആ ഒരു കഥയുടെ ഒരു മോഡേൺ വേർഷൻ നമ്മൾ ഈ പ്രോഗ്രാമിന് പെർഫോം ചെയ്താൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട്. കൂടാതെ അത് നമുക്ക് നല്ലൊരു മെമ്മറി ആയിരിക്കുമെന്ന് നമ്മൾ പറയുമ്പോൾ ഇതിനോട് ആദ്യം എല്ലാവരും ഒന്നും യോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ ആദ്യം മിസ്റ്റോ കൊള്ളാം നല്ല ഐഡിയ എന്ന് പറയുമ്പോൾ പതിയെ മറ്റുള്ളവരും ശരി നല്ലൊരു ഐഡിയ ആണ്, ഇത് നമുക്ക് എന്നെന്നുമുള്ള ഒരു മെമ്മറി ആയിരിക്കും എന്നെല്ലാം സംസാരിക്കുന്നു.
എന്റെ കൂട്ടുകാർ തന്റെ ഐഡിയ ശരിവെച്ച സന്തോഷത്തിൽ അവൾ കഴിഞ്ഞ ദിവസം രാത്രി ഉറക്കം മുളച്ചിരുന്ന ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി തയ്യാറാക്കിയ ഒരു റാറ്റ് മാസ്ക് കാണിക്കുന്നു. അവൾ അത് വളരെ സന്തോഷത്തിലാണ് കാണിക്കുന്നതെങ്കിലും അപ്പോഴും അതിനെപ്പറ്റി നല്ല സത്യസന്ധമായ ഒരു അഭിപ്രായം പറയാതെ മറ്റുള്ളവർ അവളെ ബോധിപ്പിക്കാനായി അതവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നു. ഇവർ ഈ കാണിക്കുന്നതൊക്കെ കണ്ടാൽ ഇവർക്കാർക്കും അസുക്കയോട് ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദമാണ് ഉള്ളതെന്ന് തോന്നുന്നില്ല. എന്തോ വളരെ അഭിനയിക്കുന്ന രീതിയിലാണ് അവർ അവളോട് സംസാരിക്കുന്നത്. അങ്ങനെ വീണ്ടും ക്ലാസ് റൂമിലേക്ക് എത്തുമ്പോൾ അവിടെ ഇപ്പോൾ ഉള്ള 4 പേരെയും ആ രൂപം വേട്ടയാടുന്നു. ചിതറിയോടുന്ന സാക്കിയും റോയും ഒരു ക്ലാസ് റൂമിൽ അഭയം പ്രാപിക്കുമ്പോൾ കനാക്കോ അവിടെയുള്ള ടോയ്ലറ്റിലേക്കാണ് രക്ഷപ്പെടാനായി കയറി ഒളിക്കുന്നത്. ആ രൂപത്തിന്റെ മുന്നിൽ പെടുന്ന ടക്ഷിയെ അത് ശരിക്കിട്ട് ഉപദ്രവിക്കുന്നു. തന്റെ മരണം കെന്നിന്റേതുപോലെ കൊടൂരമായിരിക്കുമോ എന്ന് ഭയപ്പെടുന്ന അവൻ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. എന്നെ ഒന്നും ചെയ്യരുത്, എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്, എന്തിനാ അസുഖ, നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ലല്ലോ. നിന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്ന റോയ് സാക്കിയെ ഡേറ്റ് ചെയ്യുന്നതിനാണോ നീ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നെല്ലാം അവൻ മരണവെപ്രാളത്തിൽ പുലമ്പുന്നു. പക്ഷെ അതിന് മറുപടി പറയാതെ നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു അവസരം ഞാൻ തരാം. അതൊരു പെനാൽറ്റി ഷൂട്ടാണ്. സ്കൂളിലെ ഫുട്ബോൾ ടീമിലുള്ള നീ കാര്യമായി ഒന്നും തന്നെ അതിൽ പെർഫോം ചെയ്യാതെ അതിലേക്ക് കയറി പെർഫോം ചെയ്യാനായി കഴിവുള്ള ആളിന്റെ അവസരമല്ലേ ഒഴിവാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് അതായിരിക്കും ഞാനൊരു ചാൻസ് ആയി തരുന്നതെന്ന് ആ രൂപം കുറിപ്പില് അവനെ എഴുതി കാണിക്കുന്നു. അവനും തന്റെ ജീവൻ രക്ഷിക്കാനായി അത് ഏറ്റെടുക്കാനായി തയ്യാറായിരുന്നു. പക്ഷെ അതിൽ അവൻ തോൽക്കുകയും ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അവൻ ഇങ്ങനെ മരിക്കുന്ന കാഴ്ച കണ്ട് റോയും സാക്കിയും ആകെ ഭയപ്പെടുന്നു. ഇതേ ടീം എങ്ങനെ രക്ഷപ്പെടുമെന്ന കണക്കൂട്ടലിലായിരുന്നു കനാക്കോ. ഈ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ ഒരു രൂപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് അവൾ കണക്കാക്കുന്നത്. ഈ സമയം ഈ കൂട്ടത്തിൽ മിസ്റ്റോയെ കാണുന്നേ ഇല്ലല്ലോ. അവൾ എവിടെ പോയി? ഇനി അവളാണോ ഈ മാസ്ക് ധരിച്ച രൂപമെന്ന് ഇടയ്ക്ക് എനിക്കൊരു സംശയം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവൾ ഇങ്ങനെ മെസ്സേജ് ലഭിച്ചതിനെ തുടർന്ന് സ്കൂൾ കോമ്പൗണ്ടില് തന്റെ കൂട്ടുകാർ എവിടെയായിരിക്കും എന്ന് കണ്ടെത്താനായി അന്വേഷിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവളല്ല ആ രൂപമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അവൾ മെസ്സേജിൽ പറഞ്ഞിരുന്ന ക്ലാസ് 3B എത്തുന്നു. അവിടെ എത്തുന്ന അവൾ ബ്ലാക്ക് ബോർഡിൽ തന്റെ കൂട്ടുകാരുടെ പേരെഴുതിയിട്ടിരിക്കുന്നതും നിലത്ത് രക്തക്കറയും കണ്ട് ആകെ ഭയപ്പെടുന്നു. ആകെ പേടിക്കുന്ന മിസ്റ്റോ വേഗം റൂഫ് ടോപ്പിലേക്ക് പോകുന്നു. ഇതേ റൂഫ് ടോപ്പിൽ നിന്നാണ് അസുക ചാടി ആത്മഹത്യ ചെയ്തത്. അവിടെ എത്തുന്ന അവളുടെ പിറകിലായി പ്രേത രൂപത്തെ നമുക്ക് കാണാം. ആ രൂപമാകട്ടെ അസുക്കയുടെ ഫേവറേറ്റ് ആയ ആ 7 എലികളുടെ കഥ ചൊല്ലുന്നുണ്ടായിരുന്നു. ആ ശബ്ദം കേട്ട് മിസ്റ്റോ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ പക്ഷെ അവളുടെ പിറകെ അവൾക്ക് ആരെയും കാണാനായി സാധിക്കുന്നില്ല. ഇതേ സമയം കനാക്കോ ഇപ്പോൾ ആ രൂപത്തിന്റെ പിടിയിലാണുള്ളത്. അവളെ ഒരു കസാരയിൽ കെട്ടിയിട്ടിരിക്കുന്നു. കൂടാതെ ടക്ഷിക്ക് നൽകിയതുപോലെ ഇവൾക്കും ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട്. ഒരു കരോക്കെ കോമ്പറ്റീഷനിൽ 100 പോയിന്റ്സ് നേടാനായി കനാക്കോയ്ക്ക് കഴിഞ്ഞാൽ അവളെ കൊല്ലാതെ വെറുതെ വിടാമെന്ന്. അവളും മരിക്കാതെ രക്ഷപ്പെടാനായി എങ്ങനെയും കരോക്കെ കോമ്പറ്റീഷനിൽ 100 പോയിന്റ്സ് നേടാനായി തീരുമാനിക്കുന്നു. ഇതേസമയം റോയും സാക്കിയും അവർക്ക് ആ രൂപത്തിൽ നിന്ന് രക്ഷപ്പെടാനായി തിരിച്ചാക്രമിക്കാനായി കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളൊക്കെ ശേഖരിക്കുകയാണ്. ഈ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുമ്പോൾ പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ എന്ന് പറഞ്ഞ് ഒത്തുകൂടി ഇവരെല്ലാവരും ചുമ്മാ കരോക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് അസുക്കയും മിസ്റ്റോയും എത്തുന്നു. എന്റെ പ്രോഗ്രാമിന് റിഹേഴ്സൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞ മിസ്റ്റോ ഒട്ടും സീരിയസ് അല്ലാതിരിക്കുന്ന ഇവരെ വഴക്ക് പറയുമ്പോൾ അസുക്ക അവളെ ശാന്തിയാക്കുന്നു. നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഇതേ ടീം കരോക്കിക്ക് 100 പോയിന്റുകൾ നേടി ജീവൻ രക്ഷിക്കാനായി കനാക്കോ പാട്ട് പാടുന്നുണ്ടെങ്കിലും അവൾക്ക് അതിൽ 52 പോയിന്റുകളെ നേടാൻ സാധിച്ചുള്ളൂ. അതോടെ അവളുടെ മരണവും അവിടെ സംഭവിക്കുകയാണ്. അങ്ങനെ പിന്നീട് റോയും സാക്കിയും നേരെ ചെന്ന് പെടുന്നത് ആ രൂപത്തിന്റെ മുന്നിലാണ്. ഇതേ ടീം റൂഫ് ടോപ്പിൽ നിൽക്കുന്ന മിസ്റ്റോയുടെ അടുത്തും അതേപോലെ ഒരു രൂപം നിൽക്കുന്നു. ഇതെന്താ കുമ്പിടിയോ എന്ന് നമുക്ക് തോന്നുമല്ലേ? ഇത്രയും നേരം മാസ്ക് ധരിച്ച ഒരു പ്രേതരൂപമേ ഉള്ളുവെന്നാണ് കരുതിയത്. ഒരേ സമയം 2 ഇടങ്ങളിൽ അതിനെ നമുക്ക് കാണാം. റോയ് തന്റെ മുന്നിലുള്ള രൂപത്തോടും മിസ്റ്റോ തന്റെ മുന്നിലുള്ള രൂപത്തോടും ഫൈറ്റ് ചെയ്യുന്നു അവരുടെ ജീവൻ രക്ഷിക്കാനായി. ഈ അടിപിടി അല്പം നേരം നീണ്ടു പോകുന്നുണ്ടെങ്കിലും ഒടുക്കം രണ്ടുപേർക്കും അവരവരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന രൂപങ്ങളെ എളുപ്പം കീഴ്പ്പെടുത്താനായി കഴിയുന്നു. ഇതിന്റെ ഇടയിൽ മിസ്റ്റോയുടെ കൂടെ ഫൈറ്റ് ചെയ്തിരുന്ന രൂപം അടിക്കിടയിൽ ബാലൻസ് തെറ്റി സ്റ്റെപ്പിലൂടെ ഉരുണ്ട് താഴേക്ക് വീഴുന്ന സമയം അതിന്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ ആയുധം അതിന്റെ വയറ്റിൽ തന്നെ കുത്തുന്നുണ്ട്. ഈ സമയത്താണ് മിസ്റ്റോ കാണുന്നത് ഇത്രയും നേരം കരുതിയതുപോലെ അത് അസുക്കയോ അസുക്കയുടെ പ്രേതമോ അല്ല, മറിച്ച് അസുക്കയുടെ ചേച്ചിയായ അക്ഷ ആണെന്ന്. ഇതേ ടീം റോയുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന രൂപം റോയുടെ തന്നെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള കെൻ എന്ന പയ്യനായിരുന്നു. കെന്നിനെ രക്തത്തിൽ കുളിച്ച് മരിച്ച നിലയിൽ ആദ്യം നമ്മൾ കണ്ടിരുന്നു അല്ലെ? അത് കണ്ടാണ് ഇവരെല്ലാം വളരെ പാനിക്കായത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനൊന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. മാസ്ക് ധരിച്ച അസുക്കയുടെ ചേച്ചി കെന്നിന്റെ കൂടെ ചേർന്ന് ഇവരോട് പ്രതികാരം വീട്ടാനായി നടത്തിയ ഒരു നാടകമായിരുന്നു അത്. മരിച്ചു എന്ന് കരുതിയ കെൻ ഇങ്ങനെ ജീവനോടെ ഒരു പെൺകുട്ടിയുടെ വേഷത്തിൽ മാസ്ക് ധരിച്ച് തങ്ങളെ ആക്രമിക്കുന്നത് കണ്ട് റോയ്ക്ക് അത് ഡൈജസ്റ്റ് ആവുന്നേയില്ല. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കും. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൻ
ചോദിക്കുന്നു. എന്തിനാണ് തനാക്കോയെയും ടക്ഷിയെയും കൊന്നതെന്ന് ചോദിച്ച റോയ് കെന്നിനെ ആക്രമിക്കുന്നു. അവന്റെ കയ്യിൽ ഈ ഒരു മുഖമൂടി ധരിച്ചിരിക്കുന്ന രൂപത്തെ ആക്രമിക്കാനായി ആയുധങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇതേ ടീം മിസ്റ്റോയ്ക്ക് തന്റെ മുന്നിലുള്ളത് അസുക്കയുടെ ചേച്ചിയാണെന്ന് മനസ്സിലായതും അറിയാതെ ആണെങ്കിൽ പോലും അവരുടെ ദേഹത്ത് ആയുധം കുത്തിക്കയറി മാരകമായി അവർക്ക് പരിക്കേറ്റിരിക്കുന്നത് മാറ്റാനായി ആവുന്നത് ശ്രമിക്കുന്നുണ്ടെങ്കിലും രക്തം വാർന്ന് അവർ മരിക്കുന്നു. ഇതേ ടീം അസുക്കയുടെ മരണത്തിൽ അവളുടെ കൂട്ടുകാർക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച് അസുക്കയുടെ ചേച്ചി അവളുടെ ആത്മഹത്യക്ക് ശേഷം തന്നെ വന്ന് കണ്ടെന്നും തനിക്ക് പഠിക്കുന്ന സമയത്ത് അസുക്കയുടെ ഉണ്ടായിരുന്ന അവളോട് തുറന്നു പറയാത്ത താല്പര്യത്തെ പറ്റി മനസ്സിലാക്കിയ ചേച്ചി ആ ഒരു മരണത്തിന് പകരം ചോദിക്കാനായി തന്നോട് സഹായം അഭ്യർത്ഥിച്ചു എന്നും പറയുന്നു. അതെ, കെൻ അവന്റെ ഈ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള അസുക്കയെ അവൾ പോലും അറിയാതെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൂപ്പിലെ റോയും സാക്കിയും അടക്കമുള്ള മറ്റു കുട്ടികൾ അവളെ വളരെയധികം ബുള്ളി ചെയ്തിരുന്നു. ഒരു ഫ്രണ്ട് എന്ന ലേബലിൽ കൂടെ കൊണ്ടു നടന്ന് ബുള്ളി ചെയ്യുകയായിരുന്നു ഇവർ അവളോട് ചെയ്തിരുന്നത്. ആ സമയത്ത് കെൻ അവൾക്ക് വേണ്ടി ഒന്ന് ശബ്ദമുയർത്തിയത് പോലുമില്ല. അതിന്റെ കുറ്റബോധത്തിൽ അവനിപ്പോൾ അവളുടെ മരണത്തിന് പ്രതികാരം വീട്ടാനായി വന്നതാണ്. പക്ഷെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന റോയ് ഇവനെ വെറുതെ വിട്ടാൽ ഇവൻ ഒരിക്കൽ പ്രേമിച്ച് ഉപേക്ഷിച്ചതിന് അസുക്കയ്ക്ക് വേണ്ടി തന്നോട് പ്രതികാരം വീട്ടാൻ ചാൻസ് ഉണ്ട്, തന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി അവനെ ആക്രമിച്ചു കൊല്ലുന്നു. അങ്ങനെ കെന്നിനെ റോയ് ആക്രമിക്കുന്ന സ്ഥലത്തേക്ക് മിസ്റ്റോ എത്തുന്നു. അവൾ നോക്കുമ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങൾ അവൾക്കറിയില്ലല്ലോ. കെന്നും ഇതിൽ ഇൻവോൾവ് ആണ് എന്നറിയാത്തവൾ കെന്നിന്റെ മൃതദേഹത്തെ ആ മാസ്ക് ധരിച്ച രൂപം ആക്രമിക്കുന്നത് കണ്ട് അവൾ ആ രൂപത്തെ ആക്രമിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് റോയ് ആണെന്ന്. ഒരുപക്ഷെ ഇവൻ മാസ്ക് ധരിച്ച് മറ്റുള്ളവരെ ആക്രമിക്കുന്നതായിരിക്കാം എന്ന് കരുതി അവൾ അവനുമായി അവിടെ ഏറ്റുമുട്ടുന്നു. അവനും അവളെ തിരിച്ചാക്രമിക്കാനായി നോക്കുന്ന ടീം അവൾ രക്ഷപ്പെടാനായി ഓടുന്നു. ഓടും വഴി അസുക്കയുടെ ചേച്ചിയുടെ മാസ്കും സേഫ്റ്റിക്കായി വെച്ചാണ് അവൾ ഓടുന്നത്. അവൾ നേരെ ചെന്ന് പെടുന്നതാകട്ടെ സാക്കിയുടെ മുന്നിൽ. സാക്കി ഈ നടന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ ഇത് അസുക്കയുടെ ആത്മാവാണെന്ന പേടിയിൽ തന്നെ കൊല്ലരുതെന്ന് അപേക്ഷിക്കുമ്പോൾ എന്തുകൊണ്ടാ നീ നിന്റെ കൂട്ടുകാരിയുടെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുത്തതെന്ന് മാസ്ക് ധരിച്ചു നിൽക്കുന്ന മിസ്റ്റോ ചോദിക്കുന്നു. ആ സമയം ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ഇത് അസുക്കയല്ലെന്നും അവളുടെ ആത്മാവല്ലെന്നും സാക്കിക്ക് മനസ്സിലാവുന്നു. ഉടനെ സാക്കി ഇങ്ങോട്ടേക്ക് ആക്രമണം നടക്കുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് ആക്രമിക്കുകയാണ്. ഈ ടീം മിസ്റ്റോയ്ക്ക് സാക്കിയോട് നല്ല കളിപ്പുണ്ട്. നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്ന ഈ ഫ്രണ്ട്സ് ഗ്യാങ്ങില് അസുക്കയുടെ ലവറായിരുന്ന റോയിയെ സ്വന്തമാക്കി ഇവളാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തത് എന്ന് കലിപ്പ് വരുന്ന മിസ്റ്റോ സാക്കിയെ ആക്രമിച്ചു കൊല്ലുന്നു. ഇതേ ടീം മുന്നേ മിസ്റ്റോയുടെ ആക്രമണത്തിൽ റോയും സാരമായി പരിക്കേറ്റ് മരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പ്രതികാരം വീട്ടാനായി വന്ന അസുക്കയുടെ ചേച്ചിയും കെന്നും ഒപ്പം അവരുടെ ഇരകളായി ഇങ്ങോട്ടേക്ക് വന്നുപെട്ട 5 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നു. ആകെപ്പാടെ അതിൽ മിച്ചമുള്ളത് മിസ്റ്റോ ആണ്. യഥാർത്ഥത്തിൽ മിസ്റ്റോ മാത്രമേ ഈ ഒരു ഗ്യാങ്ങിൽ അസുക്കയ്ക്ക് വേണ്ടി അവളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങില് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയം നിലപാടുകൾ എടുത്തിട്ടുള്ളൂ. മറ്റുള്ളവരെല്ലാം അസുക്കി അവരുടെ കാര്യം കാണാനായി മാത്രം ഉപയോഗിച്ചിരുന്ന, അവരുടെ താല്പര്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന സമയത്ത് മിസ്റ്റോ മാത്രമാണ് ഒരു നല്ല ഫ്രണ്ട് എന്ന രീതിയിൽ അവളെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അസുക്കയുടെ മരണത്തിനു വേണ്ടി അവളുടെ ചേച്ചിയും സുഹൃത്തും പ്രതികാരം വീട്ടിയ സമയത്തും അവിടെയും ആ മരണശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നത് മിസ്റ്റോ മാത്രമാണ്. അത് അസുക്കയുടെ ആത്മാവിന്റെ മിസ്റ്റോയോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി അവൾക്ക് തോന്നുന്നുണ്ട്. കാരണം അവൾ അത്ര ആത്മാർത്ഥമായ ഒരു സുഹൃത്തായിട്ടായിരുന്നു അസുക്കയുടെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ തന്റെ കൂട്ടുകാരിക്ക് വേണ്ടി അവളെ സങ്കടപ്പെടുത്തിയ, അവളുടെ സങ്കടങ്ങൾക്ക് കാരണക്കാരിയായ സാക്കിയെയും അവളെ തേച്ച റോയിയെയും തന്റെ കൈകൾ കൊണ്ട് വകവരുത്താൻ കഴിഞ്ഞ ആ ഒരു സന്തോഷത്തിൽ മിസ്റ്റോ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഒരു ഹൊറർ മോഡിൽ വന്ന് ഒടുക്കം ഒരു കില്ലർ മോഡിലേക്ക് പോയ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.